നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അങ്ങനെ അനന്തപുരിയിൽ താമര വിരിഞ്ഞു. BJP കോർപ്പറേഷനിൽ അധികാരമേറ്റു. മേയറായിട്ട് VV രാജേഷ് ചുമതലയേറ്റു. ഡെപ്യൂട്ടി മേയറായിട്ട് ആശാനാഥ് ചുമതലയേറ്റു. BJP പറഞ്ഞ വാക്ക് പാലിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവായിട്ട് ഏറ്റവും ആദ്യം ഒപ്പിട്ടത് അങ്ങനെയുള്ള ഒരു ഫയലിലാണ്. മേയറുടെ ആ തുല്യം ചാർത്തൽ വയോമിത്രം പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. 51 കോർപ്പറേഷൻ ഡിവിഷനുകളിലേക്ക് 50 ലക്ഷം രൂപ വീതം നൽകുന്ന വയോമിത്രം പദ്ധതിയുടെ ഫയലിലാണ് മേയർ ആദ്യം ഒപ്പിട്ടത്. അത് മാത്രമല്ല, ഈ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, അവരുടെ സാമൂഹ്യ സുരക്ഷ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഇതിലൂടെ നടപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയുള്ള ഒരു പദ്ധതിയുടെ ഫയലിലാണ് ആദ്യം മേയർ ഒപ്പിട്ടത്. അവിടെ നിന്ന് തുടങ്ങാം. വയോജന സംരക്ഷണം, നമുക്ക് മുമ്പേ നടന്നുപോയവരെ, അവരുടെ ആ ആരോഗ്യം കുറഞ്ഞ കാലത്ത് അവരെ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സ്, അതൊരു വലിയ കാര്യമാണ്. അത് ചെറിയ കാര്യമല്ല. നേരത്തെയും ഈ പദ്ധതി ഉണ്ടായിരുന്നു. ഈ പദ്ധതി മുന്നോട്ട് പോവുക തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ അധികാരമേറ്റെടുത്ത മേയർ VV രാജേഷ് ആദ്യമായിട്ട് ചെയ്തത് ആ പദ്ധതിയുടെ ഫയലിൽ ഈ 51 ഡിവിഷനുകളിലേക്ക് 50 ലക്ഷം രൂപ വീതം നൽകിക്കൊണ്ടുള്ള ആ ഫയലിൽ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. അത് മാത്രമല്ല, തുടർന്ന് നടന്ന പത്രസമ്മേളനത്തിൽ രാജേഷ് പറഞ്ഞു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായിട്ട് സഹകരിച്ച് വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന പദ്ധതി കോർപ്പറേഷന്റെ ഭാഗമായിട്ട് ഊർജിതമാക്കും. അത് നടന്നു വരുന്നുണ്ട്. അതിൽ പാളിച്ചകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് പദ്ധതിയുടെ വേഗം വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, നഗരപരിധിയിൽ വീടില്ലാത്ത ഒരാളും ഇനി ഉണ്ടാകില്ല. ആ തരത്തിലേക്ക് ഏറ്റവും മനോഹരമായി, ഏറ്റവും കാര്യക്ഷമമായി ആ പദ്ധതി നടപ്പാക്കും. അതിന് കേന്ദ്രത്തിന്റെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെയും പരിപൂർണമായ സഹകരണം തേടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ മെഡിക്കൽ ടൂറിസം, ആത്മീയ ടൂറിസം, അതായത് സ്പിരിച്വൽ പിൽഗ്രിം ടൂറിസം, വിഴിഞ്ഞം തുറമുഖം, IT മേഖല, ഇവയ്ക്ക് വലിയ പ്രാധാന്യം നൽകും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നതിന്റെ പരമാവധി മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യും. വരാൻ പോകുന്ന വർഷങ്ങളിൽ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നഗരങ്ങളിൽ ഒന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റും. അതായത് നമുക്കറിയാം, ചെന്നൈ, ബാംഗ്ലൂരു, ഇതെല്ലാം മെട്രോപൊളിറ്റൻ നഗരങ്ങളാണ്. അതുപോലെ ഹൈദരാബാദ് മെട്രോപൊളിറ്റൻ നഗരമാണ്. അതുപോലെ അങ്ങനെയുള്ള നഗരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റും. അതാണ് BJPയുടെ ലക്ഷ്യം എന്ന് VV രാജേഷ് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. ഒരേ മനസ്സോടെ മുഴുവൻ കൗൺസിലർമാരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ച് നഗരവാസികളുടെ ജീവിതം സുഗമമാക്കാൻ, അവർക്ക് സമാധാനവും ശാന്തിയും നൽകാൻ, ഐശ്വര്യപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ നഗരഭരണം അങ്ങേയറ്റം പരിശ്രമിക്കും എന്നാണ് VV രാജേഷ് പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണമാണ്. ഇപ്പോഴും കൃത്യമായൊരു പദ്ധതി അതിനില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. അതുപോലെ കുടിവെള്ള വിതരണം, നഗരത്തിലെ കുടിവെള്ള വിതരണം ഇപ്പോഴും വലിയ ഒരു അസന്നിഗ്ധാവസ്ഥയിലാണ്. അതിനൊരു പൂർണ്ണത, അതിനൊരു സമ്പൂർണമായ ഒരു വിജയം ആ കാര്യത്തിൽ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ രാത്രി കാലങ്ങളിൽ തെരുവ് വിളക്കുകൾ കത്തുന്നത്, അതിനെ സംബന്ധിച്ചും വലിയ പരാതികളുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ നഗരഭരണത്തിന് കഴിയണം. അതിനായിരിക്കും ഈ പുതിയ മേയർ VV രാജേഷിന്റെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിന്റെയും നേതൃത്വത്തിൽ പ്രാധാന്യം കൊടുക്കുക. ഇതിനൊക്കെ ആയിരിക്കും. എന്തായാലും നഗരവാസികളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും ശക്തമായ, ഏറ്റവും കരുത്തുള്ള, ഏറ്റവും കർശനമായ നടപടികളിലേക്ക് ഈ നഗരഭരണം കടക്കുമെന്ന് വ്യക്തമാണ്. അതിന്റെ സൂചനകളാണ് പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും നൽകിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങളെല്ലാം
ഈ പുതിയ മേയറെയും ഡെപ്യൂട്ടി മേയറെയും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ചെറിയ പ്രശ്നങ്ങളല്ല. കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ഈ നഗരത്തെ ബാധിച്ചിരിക്കുന്ന, ഈ നഗരത്തെ ഒരു ക്യാൻസർ പോലെ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങളാണിതെല്ലാം. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും ഈ മാലിന്യ സംസ്കരണം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിച്ചാൽ തെരുവുനായ പ്രശ്നം ഒട്ടൊക്കെ അടങ്ങും. മാലിന്യ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അറവുശാലകളിലെ മാലിന്യങ്ങളാണ്. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മറ്റൊരു പ്രശ്നം. ഇതെല്ലാം സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ നഗരസഭയ്ക്ക് സാധിക്കണം. അത് സാധിച്ചാൽ ഈ തെരുവുനായ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. ഒരല്പ സമയമെടുത്താൽ പോലും സാരമില്ല. ഈ വിഷയങ്ങൾ പരിഹരിക്കണമെന്നാണ് നഗരവാസികളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും നേതൃത്വം നൽകുന്ന ഭരണസമിതിയും 101 കൗൺസിലർമാരും, ഒരു വാർഡിൽ ഇനിയും തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് എങ്കിലും നമുക്ക് ആലങ്കാരികമായിട്ട് പറയുമ്പോൾ 101 വാർഡുകളിലെ കൗൺസിലർമാർ എന്ന് തന്നെ പറയാം. അവർ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ഈ വിഷയത്തിന് തന്നെയാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യത്തിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട്. തിരുവനന്തപുരം ഒരു കാലത്ത് വലിയ പാരമ്പര്യവും വലിയ ചരിത്ര പഴമയും ഒക്കെ പേറുന്ന നഗരമാണ്. അതിന്റെ തിരുശേഷിപ്പുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട്. അതിനെയൊന്നും മാറ്റിമറിക്കാൻ നമ്മുടെ കഴിഞ്ഞകാല ഭരണസമിതികൾ ഒന്നും ശ്രമിച്ചില്ല. അതിൽ നമുക്ക് അഭിമാനിക്കാം. അവയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു ഹെറിറ്റേജ് സിറ്റി എന്ന് തന്നെ നമുക്ക് പറയാം. ഹെറിറ്റേജ് ക്യാപിറ്റൽ സിറ്റി ആയ, അതായത് പാരമ്പര്യമുള്ള ഒരു തലസ്ഥാന നഗരം, ആ പാരമ്പര്യം പേറുന്ന, സംസ്കാരം പേറുന്ന ആ തലസ്ഥാന നഗരത്തെ അതിന്റെ തനിമയോടുകൂടി സംരക്ഷിച്ചുകൊണ്ട് അതിന്റെ ആ പരമ്പരാഗത മനോഹാരിത നിലനിർത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകട്ടെ ഈ ഭരണസമിതി. മറ്റൊരു പ്രധാന കാര്യം റോഡുകളെ സംബന്ധിച്ചാണ്. റോഡുകളുടെ കാര്യത്തിലും തീർച്ചയായിട്ടും റോഡുകളുടെ അറ്റകുറ്റപ്പണി മാത്രമല്ല, റോഡുകൾക്ക് വീതി വളരെ കുറവാണ്. അതായത് 100 വർഷം മുമ്പുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ ആ ഒരു സംവിധാനത്തിലാണ് ഇപ്പോഴും പോകുന്നത്. അവിടെ ഈ ഭരണസമിതിക്ക് ശക്തമായ ഇടപെടലുകൾ നടത്താൻ കഴിയണം. വളരെ കൃത്യമായി റോഡുകൾക്ക് വീതി കൂട്ടി സഞ്ചാര യോഗ്യമാക്കണം. അങ്ങനെയെങ്കിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗത കുരുക്ക് വലിയൊരളവ് വരെ കുറയ്ക്കാനാകും. അതുപോലെ പ്രധാന വീഥികൾക്ക് സമാന്തരമായ ചെറുവീഥികൾ, അത് ഈ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലെങ്കിലും വീതി കൂട്ടി സംരക്ഷിച്ച് അവയെ ഗതാഗത യോഗ്യമാക്കി നിലനിർത്തിയാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് വലിയൊരളവ് വരെ പരിഹരിക്കാൻ സാധിക്കും. അതിന് പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ചേർന്ന് നഗരസഭയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിലേക്കാകട്ടെ അവരുടെ ശ്രദ്ധ. എന്തായാലും വയോമിത്രം പദ്ധതിയിൽ തുല്യം ചാർത്തിയതിലൂടെ ഈ മുതിർന്നവരെ, പ്രായം ചെന്നവരെ, വൃദ്ധരെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചുകൊണ്ട് തുടക്കമിട്ട, ഗുരുത്വം കാണിച്ചുകൊണ്ട് തുടക്കമിട്ട പുതിയ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.